ഹായ് മക്കളെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സീനത്ത് കിച്ചൺ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ഒരു അയിലക്കറി എങ്ങനെ വെക്കാമെന്നുള്ള ഒരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാന് അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 4 ഇല്ലി വെളുത്തുള്ളി ഇട്ട് വഴറ്റുകയാണ്. വെളുത്തുള്ളി മുറിച്ചാതെ അങ്ങനെ ഇട്ട് വഴറ്റുകയാണ് കേട്ടോ. അത് വെളുത്തുള്ളി ചുവന്ന് വന്നതിന് ശേഷം അതിലേക്ക് ചിരകിയ തേങ്ങ ഒരു മുറി, വലിയ ജീരകം ഇട്ടിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അടി പിടിക്കാതെ തീ നല്ല ചെറുതാക്കിയിട്ട് സിമ്മിലിട്ടിട്ട് വേണം ഇളക്കാൻ. അതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ വറുത്ത മുളക് മിക്സിയിലൊന്ന് ചതച്ചിട്ട് നല്ല അരയാതെ ഒരു മുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ തേങ്ങ ഒന്ന് ചൂടാറിയതിന് ശേഷം വറുത്തെടുത്തതിന് ശേഷം ചട്ടിയിൽ വെച്ച് ഒന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുക. അത് പിന്നെ വേറെ ഒരു ചട്ടി വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കുക. നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നല്ല ജീരകം, പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക. 4 കറിവേപ്പിലയും ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അതിനുണ്ടാവുക. അപ്പോൾ നന്നായി ജീരകം, ഉലുവയും കടുകും നന്നായി മൂത്ത് വരുന്നതോട് കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ബ്രൗൺ നിറമാവണം. അപ്പോഴേ അതൊന്ന് ഉഷാറായി വരുള്ളൂ. പിന്നെ അത് നന്നായി ചൂടായതിന് ശേഷം ഒരു ബ്രൗൺ നിറമായതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യമുള്ളതാണ് 1 വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത്, നൈസാക്കി അരിഞ്ഞത്. അത് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതും ഒരു നിറം മാറി വരും. ഒരു ചെറുതായി ഉള്ളി ഒരു സ്പൂണത്തൊക്കെ ആയി ഒന്ന് വരും. നല്ല കുഴഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് പിന്നെ നമുക്ക് തക്കാളിയാണ് ഇനി അടുത്തതായിട്ട് ഇട്ട് കൊടുക്കാനുള്ളത്. ഒരു 2 തക്കാളി കനം കുറച്ച് ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ. അതിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ചെറിയ തീയിലൊന്ന് വേവിച്ച് എടുക്കുക. കൂടുതൽ തീ വേണ്ട, ഒന്ന് ചതഞ്ഞ് വരുവോളം. അപ്പോൾ നല്ല ആവിയിൽ നന്നായി വെന്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി നോക്കുമ്പോൾ തക്കാളിയൊക്കെ അതിൽ ചേർന്ന് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അടിയിൽ പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. തീയൊക്കെ ഒന്ന് കുറച്ച് പാകത്തിനാക്കിയിട്ട് വേണം അത് ഇളക്കി കൊടുക്കാൻ. പിന്നെ തക്കാളി നന്നായി വെന്തതിന് ശേഷം അതിലേക്ക് ഇനിയും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. ഒരു 10 മിനിറ്റെങ്കിലും വേവണം കേട്ടോ അടുപ്പത്ത് കിടന്നിട്ട്. അതിന് ശേഷം ആവശ്യമായത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു വലിയ ടീസ്പൂൺ മല്ലിപ്പൊടി അതിൽ ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് ഇടാനുള്ളതാണ് പിന്നെ ഒരു ചെറിയ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. മല്ലിപ്പൊടി ഇട്ട് ഒന്ന് മൂടി വെച്ചതിന് ശേഷമാണ് മഞ്ഞൾപ്പൊടി ഇടാനുള്ളത് കേട്ടോ. നല്ല മല്ലിപ്പൊടിൻ്റെ ആ മണമൊക്കെ ഒന്ന് അങ്ങോട്ട് പോയി കിട്ടുള്ളൂ. ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ അത്. ഇനി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുത്ത് ഒന്ന് ഫ്രൈ ആയതിനു ശേഷം അതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പിഴിഞ്ഞെടുത്ത പുളി ഒഴിച്ച് കൊടുക്കുക. പുളി ഒഴിച്ചിട്ട് നന്നായി വെട്ടി തിളക്കുന്നത് വരെ കത്തിക്കുക. അതും വേണം ഒരു 5 മിനിറ്റൊക്കെ നന്നായി തിളച്ച്, 5 മിനിറ്റ് വേണ്ട, ഒരു 2 മിനിറ്റ് നന്നായി തിളച്ച് 4 ഭാഗം തിളച്ച് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. കത്തി തിളച്ചതിന് ശേഷമാണ് ഇളക്കി കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ നല്ല ഒരു ഫ്ലേവറൊക്കെ ആയി വന്നിട്ടുണ്ട്. നല്ല തിളക്കുന്നുണ്ട്. തിളച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് അരപ്പ് ആദ്യം നമ്മൾ തേങ്ങ വറുത്ത് അത് അരച്ച് കൊടുക്കണം. പച്ചത്തേങ്ങയാണ് വറുത്തിട്ടുള്ളത്. പ്രത്യേക ഓർമ്മ ഉണ്ടാവണം. പച്ചത്തേങ്ങ വെച്ചാൽ അയിലക്കറിയാണ് കേട്ടോ. പച്ചത്തേങ്ങ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് വെളുത്തുള്ളി ചായച്ചിട്ട്
വറുത്തെടുത്ത് മിക്സിയിൽ അരച്ചതാണ്. എന്നിട്ട് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലെന്ത് ചെയ്യണം, ആ മിക്സി ഒന്നും കൂടി ചേർത്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളത്തും കൂടി ചേർത്തിട്ട് ഒന്ന് കൂടി അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് കൂടുതൽ കറി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് ആവശ്യമുള്ളതിനനുസരിച്ചാണ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. എനിക്കിപ്പോൾ ഈ കറി മതി, അപ്പം ഞാൻ ഇത്ര ഒഴിച്ചോളൂ. ഒരു പാകത്തിനുള്ള വെള്ളമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് 4 ഭാഗം നല്ല തിളച്ച് വരുന്നത് വരെ നന്നായി വെട്ടി തിളച്ചിട്ട് ഒരു വിധത്തിലുള്ള വേവൊക്കെ ആയതിനു ശേഷം അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കുക. പിന്നെ അങ്ങനെ തിളച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കിടന്ന് നന്നായി വെന്തതിന് ശേഷം പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് അതിലേക്ക് മീനാണ്. ഒരു 5 മിനിറ്റെങ്കിലും വേവണം അവിടെ കിടന്നിട്ട്. അപ്പോഴുള്ള അതിൻ്റെയൊക്കെ ഒരു മണമൊക്കെ പോയി കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കറിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ കറി വെച്ച് നോക്കിയിട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചാൽ. ഇനി അത് അടച്ച് വെച്ചിട്ട് അത് മൂടി ഒന്ന് തുറന്നിട്ട് അതിലേക്ക് ഇനി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നല്ല തിളച്ചതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു മണം വരുന്നുള്ളൂ. അപ്പം ഞാൻ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്ത് തിളച്ച് നല്ല അടിപൊളി നല്ല ഉഷാറായിട്ടുണ്ട്. ഇനി മീനൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. പിന്നെ ഞാൻ മുമ്പ് പറയാൻ വിട്ടതാണ്, തേങ്ങ അരച്ചപ്പോൾ അതിൽ ഞാൻ മീനിൻ്റെ 2 കഷ്ണം ഇട്ട് അരച്ചിട്ടുണ്ടായിരുന്നു. മീനിൻ്റെ 4 രുചി കണ്ട് കറിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പം മീനിട്ടിട്ട് കറി നന്നായി തിളച്ച് വന്നിട്ട് അപ്പോൾ നമുക്ക് കറി എന്ത് ചെയ്യാം, വാങ്ങി വെച്ച് ചൂടോട് കൂടി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ ഇനി ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കട്ടാ. ഒന്ന് ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിക്കാൻ നിങ്ങളൊന്ന് വീഡിയോ കാണുകയാണെങ്കിൽ എനിക്ക് വളരെ ഉപകാരമായിരുന്നു കേട്ടാ. ഞങ്ങളോട് താഴ്മയോട് കൂടിയിട്ട് പറയണം, ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിട്ടാവും ലൈക്കും കൊടുക്കിയിട്ട്. അങ്ങനെയൊക്കെ പറയുമ്പോൾ വലിയ ചിലവൊന്നും ഇല്ല, എനിക്ക് കിട്ടിയ വലിയൊരു മുതൽക്കൂട്ടാണ്. അപ്പം നമ്മളെ കറി നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പം ഇനി ഒരു പ്ലേറ്റിക്ക് ചോറാണ് പാർന്നിട്ട് വിളമ്പിയിട്ട് 2 കോരി ചോറാണ് ഇട്ടിട്ട് ഇന്ന് ഒരു കുഞ്ഞിക്കയിലത്ത് ചാറാണ് മുക്കി വെച്ച് ചോറാണ് വെച്ചാണ്ടല്ല അടിപൊളി കറി.